ഗൈസ് കണ്ടോ ഗൈസ്, അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിറയെ സാധനങ്ങളെല്ലാം പാതിരക്കി കുത്തി നിറച്ച് ഗൈസ് കണ്ടോ ഗൈസ്, അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിറയെ സാധനങ്ങളെല്ലാം പാതിരക്കി കുത്തി നിറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വണ്ടി മറ്റേ ടിപ്പറൊക്കെ ആക്കിയിട്ട് വലിയ പിക്കപ്പൊക്കെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ ആദ്യം ഉറക്കി. അത് കാരണം ഒരുപാട് ലേറ്റ് ആയത്. അവനെ ഉറക്കി എടുത്ത് അപ്പൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പതുക്കെ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചേക്കാറായിട്ടില്ല, ഷിഫ്റ്റ് ചെയ്യാണ്. ആ ചേക്കാറാണെങ്കിൽ ആവാറായി. അപ്പോൾ കുറേശ്ശെ സാധനങ്ങൾ ഇപ്പോൾ 2-3 ട്രിപ്പായിട്ട് എടുത്തപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ വിചാരിക്കും പാക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. 2-3 തവണ ചെയ്യുമ്പോഴും വലിച്ചു ഇട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പാക്കിംഗ് ഒന്നുമില്ല. നമ്മളിങ്ങനെ എല്ലാം ഓരോ ചാക്കുകളിലും അതിലൊക്കെ ആക്കണം. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അത് കാരണം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസ പാക്കേഴ്സ് എന്ന് പറഞ്ഞ ടീം പാക്കിംഗ് ആയിരുന്നു ഫുള്ള്. നമുക്ക് പണിയെടുക്കണ്ടെങ്കിലും പക്ഷെ അവർക്ക് പെട്ടികളിൽ പല പെട്ടികളിൽ പലതും എങ്ങനെയൊക്കെ കുത്തി കയറ്റാവുന്ന രീതിയിലല്ല അവര് ചെയ്യുക. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാക്കുകളിലും ഓരോ ഇതികളിലും ഡ്രസ്സുകളൊക്കെ വെറുതെ ഓരോ ബെഡ്ഷീറ്റുകളിലൊക്കെ കൂട്ടി കെട്ടിട്ട് കഴിഞ്ഞാൽ വിച്ചിന്റെ ഡ്രസ്സ് ഇതിലാണ്, അപ്പൂസിന്റെ ഡ്രസ്സ് ഇതിലാണ്, ഇന്ന സാധനം അടുത്തായതുകൊണ്ടാണ് അത് സാധിക്കണേ. കാറിൽ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റിങ് സാധനങ്ങൾ മാറ്റാൻ പറ്റുന്നത് കൊണ്ടും അടുത്തായതുകൊണ്ടും. വലിയ കുറച്ച് ദൂരം ഇനി വേറെ വല്ല കോഴിക്കോടോ ഡൽഹിക്ക് വരുന്നെങ്കിൽ പെട്ടെന്ന് മൂസേം പാക്കേഴ്സ് തന്നെ വേണ്ടി വന്നത്. അപ്പൊ അത് പിന്നെ ഈ ലീവിലെത്ര അധികം ലീവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈകുന്നേരമാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വിച്ച് ജോലി കഴിഞ്ഞ് ഇപ്പൊ വന്നുള്ളൂ. അപ്പം വന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നു. ഞാനപ്പം അതിന് മുന്നേ ഞാനപ്പം കൂടി ഇവിടുത്തെ ഡ്രസ്സുകളും പാത്രങ്ങളും സാധനങ്ങളെല്ലാം ഇതിലേക്ക് പാക്കിങ് എല്ലാം ആക്കി വെച്ചു. എന്നിട്ട് അത് അവിടെ നിന്ന് കയറ്റി ഞങ്ങളത് പാക്ക് അവിടെ ഇരുന്ന് ചെയ്യുമ്പോഴും എടുക്കാന്നിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഫോണൊന്നല്ല ആലോചിക്കുക. അയ്യോ ആദ്യം ഞാൻ ഉറക്കാതിരുന്നിട്ട് ആദ്യം ഉടനെ മുന്നേ വിച്ച് ഇതൊക്കെ കാറിലേക്ക് അപ്പൂസും വിച്ച് കൂടി ആക്കി. ഇനി ആദ്യം എനിക്കുന്നതിന് മുന്നേ വേഗം പോയിട്ട് അവിടെ എല്ലാം കയറ്റി വെച്ച് അവിടെ അത്യാവശ്യം ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് തിരിച്ചു വരണം എന്നാണ് നമ്മൾ വിചാരിക്കുക. ലഭിച്ചോ? അങ്ങനെ ഞങ്ങളിതേ കൂട് വിട്ട് അടുത്ത കൂട്ടിലേക്ക് കയറാൻ പാതിരിക്കാണ് കേസ്. പിന്നെ ആദ്യം ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇറക്കണ സമയത്ത് ഈ സമയമൊക്കെ ആകുമ്പോ കരച്ചിലും പിടിച്ചിലൊക്കെ ആകും. അപ്പൊ അത് കാരണം ഞങ്ങളിത് എപ്പൊ തുടങ്ങിയതല്ലേ, തൃശ്ശൂർ ടു ബാംഗ്ലൂർ ടു തൃശ്ശൂർ ടു ട്രിവാൻഡ്രം, അതിനു മുന്നേ ദുബായ്, അവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ 2 ഫ്ലാറ്റ് മാറിയിട്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങള് നടോടികൾ കാബൂളിവാല ആ പാട്ട് വെച്ചാലോ കാബൂളിവാല പാട്ട് വെച്ചാലോ. എന്നാലും പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോണതിന്റെ ഒരു ചേഞ്ച് എപ്പോഴും ഉണ്ടാവുമല്ലോ. നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോ പുതിയ സ്ഥലം കാണാൻ പോകുമ്പോ എടിപിടി ഇത് പറഞ്ഞിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് പെട്ടെന്ന്. ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വൈശാഖ സന്ധ്യ വന്നു, തന്നെ ഓൺ ചെയ്തു, നല്ല മൂഡ് വരുത്തി ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ മൂഡൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. വഴി ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി കൂരിട്ട് ഗൈസ്, പ്രേതങ്ങൾ ഇറങ്ങുന്ന ടൈം. വല്ല പ്രാതങ്ങളുണ്ടോന്നെങ്കിൽ ഒരു പ്രാതങ്ങളും ഇല്ല. കാരണം ഇവിടെ പള്ളി ഗ്രോട്ട അമ്പലം എല്ലാം ഉണ്ട്. 2-3 പള്ളിയൊക്കെയാണ് അല്ലേ.
പുള്ളി ഗ്രോട്ടകളും അല്ല നമ്മുടെ ഈ വഴിയില് നമ്മുടെ റോമൻ കാത്തലിക് പള്ളിയുടെ അടുത്തായിട്ടൊക്കെ നമ്മളുടെ അമ്പലമുണ്ട്, 2 പള്ളിയുണ്ട്, ഗ്രോട്ടയുണ്ട്. അതുകൊണ്ട് പ്രേതങ്ങൾ അധികം വികസിക്കുന്നു തോന്നണില്ല. അപ്പൊ എന്തായാലും ഇനി ഹോം ടൂറിലാണ് ബാക്കി ഞങ്ങള് നമ്മളിതേ വഴി വളയാൻ പോവാണ് ഗൈസ്. ഗ്രോട്ട അത് കാണിച്ചു തരാട്ടാ. കിട്ടില്ല ഗ്രോട്ടാണ്. മാതാവേ കാത്തോളണേ, രക്ഷിക്കുന്നേ, ഞങ്ങളെ കാത്തോളണേ മാതാവേ. ഇവിടത്തെ അമ്പലവും ഉണ്ട് കേട്ടാ. ഇതിലെ പോയിട്ട് അമ്പലം, പള്ളിയും അമ്പലവും എല്ലാം ഒത്തടങ്ങും. ഇവിടെ ടാറിടാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടാ. മറ്റേ ഇലക്ഷൻ അല്ലേ വരുന്നത്. അടുത്ത മാസം ഇപ്പൊ അവിടെയൊക്കെ ചില സാധനങ്ങളൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെയൊക്കെ ടാർ ചെയ്യും. അതിനുള്ള മെറ്റലും ടാറും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഈ ഇലക്ഷനില് ടാറിടും. അടുത്ത ഇലക്ഷൻ വേറെ ആള്. ഈശ്വരാ, പാദയാത്രയ്ക്ക് ഒരാളെ റോട്ടില് കണ്ട് ഞങ്ങൾ ഇത്ര നേരമായിട്ട്. പിന്നെന്താ പറയാ, ഇതാണ് നമ്മുടെ പോണ വഴി. പിന്നെ നമ്മളെല്ലാം ഒക്കെ നിങ്ങൾക്ക് സ്ഥിരം കാണിച്ചു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാവരുമായിട്ട് ഹോം ടൂറൊക്കെ ഞങ്ങൾ കാണിക്കാട്ടാ. എന്താ പറയാ, എടിപിടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചിട്ട് മാറിയതല്ലല്ലോ. അപ്പൊ പെട്ടെന്നാണ് നമ്മള് ഒക്കെ അന്വേഷിച്ച് പിടിച്ച് സെറ്റാക്കിയത്. ശശി തരൂര് ചിരിക്കുന്നത്. ഹായ്, മെറ്റലുകൾ കണ്ട ഗൈസ്? അതെ ഗൈസ്, നമ്മുടെ സാധനങ്ങൾ കണ്ടോ ഗൈസ്? കുമ്പാരം കൂട്ടിയിട്ട് ഇങ്ങനെ കിടക്കണ കണ്ടു ഗൈസ്. ഗൈസ് ഗൈസ് കണ്ടോ? മറിച്ച് ഇതില് കണ്ടു ഗൈസ്. ഇവിടെ കണ്ടു കുറെ ചെടികളൊക്കെ കയറ്റിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഗൈസ്? ഇവിടെ കണ്ടോ ഗൈസ്? എന്റെ മടിയിൽ കണ്ടോ ഗൈസ്? ഫിഷ് ടാങ്കിന്റെ സംഭവങ്ങള്. ഇതില് ഞങ്ങള് വൈശാഖ സന്ധ്യ പാട്ടൊക്കെ വെച്ചിക്ക. ഈ പാതിര നേരത്തെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയ വൈശാഖ സന്ധ്യ. നൈസ് പാട്ടാല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്, ഭയങ്കര ഇഷ്ടം. ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടുന്നു മുഖമാമൻ മനസ്സിൽ ദാഹമായി നീ ഉണർന്നു. അപ്പോ ഞങ്ങളുടെ വീട് ഇങ്ങനെ തറായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വീട്. നല്ല അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്കും അത് ഇഷ്ടാവും. ഏതോ വയനാട്ടിലൊക്കെ വന്ന പോലെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ ഭയങ്കര പേട്ട കൂരാക്കൊരു ഗൈസ് കാണിച്ചിരുന്നോ ഗൈസ്? അതെ ഗൈസ്, ഞങ്ങൾ കാട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. അതെ, പരസ്യം വന്നതാ, ഞാൻ പേടിച്ചു. ഗൈസ്, അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ആവുന്നത് കാണിക്കാം. അതെ, 3 മണിയായി ഗൈസ്. എടാ, ഞങ്ങള് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസ് തന്നെ ഞങ്ങളിത്. അതെ, അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. വയ്യാണ്ടായി. കണ്ട ഗൈസ്, ഇവിടെ അങ്ങനെ ഒരു പാണ്ടൊക്കെ ഇട്ട് ഇനി അടുത്ത റൂം കണ്ട ഗൈസ്. ഇവിടെ അടുത്ത പാണ്ടൊക്കെ ഇട്ട് നെക്സ്റ്റ് കണ്ട ഗൈസ്. അതെ, ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങളിതാ ഈ ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. ഇല്ല, അപ്പൊ ആദ്യമൊക്കെ ചിലപ്പോൾ എണീറ്റുണ്ടാവും അവിടെ. കാരണം ഇപ്പോൾ 3 മണിയായില്ലേ. അപ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ എണീറ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ട്. അതെ, വിളിച്ചാനെ, പക്ഷെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഉറങ്ങന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അതായത് കഴക്കൂട്ടത്തേക്ക് പോകണം, സെൻട്രലിലേക്ക് എത്തണം.
എന്തായാലും ആ വഴിക്ക് തന്നെ പോകണം, ചായ കുടിക്കണം, അല്ലെങ്കിൽ പണി പാടും. അതെ. പിന്നെ ഞങ്ങള് ഫോട്ടോസ് സെറ്റ് ചെയ്യട്ടെ ഗവനോ. പിന്നെ അലമാര നമ്മുടെ ഈ വീടിന്റെ ഓണറില് രാജേട്ടൻ ആള് അലമാരയൊക്കെ മേടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജേട്ടൻ ചെയ്തിട്ടുണ്ട് എല്ലാതും. ആളെ ശരിക്കും സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ വീട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുന്ന വീടാണ്. പക്ഷെ ആള് പിന്നെ വിചാരിച്ചു വാടകയ്ക്ക് കൊടുക്കാന്ന്. അപ്പൊ ആൾക്ക് ആദ്യമായിട്ടാണ് ആള് വാടകയ്ക്ക് കൊടുക്കണേ. അപ്പൊ ആൾക്കതിന് മുകളിലേക്ക് അപ്പൊ പണികളില്ല എന്ന് പറഞ്ഞു മുകളിലേക്ക്. അപ്പൊ ആള് പറയാന്നുണ്ടെങ്കിൽ പറഞ്ഞ ആൾക്കറിയില്ല ഫസ്റ്റ് വാടകയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കണം. അതെ. അപ്പൊ അത് കാരണം ആള് നമ്മളോട് ചോദിച്ചു എന്തൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആവശ്യങ്ങള് അതെ. അപ്പൊ ആളതൊക്കെ ഒന്നും പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളും ആള് പറഞ്ഞു തന്നു. അതെ. അതെ, നാളെ പണിക്കാര് വന്നിട്ട് അവര് ചെയ്യുന്ന പറഞ്ഞ അതിനുശേഷമാണ് ഈ ഡ്രസ്സുകളുടെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി കരഞ്ഞു കഴിഞ്ഞാ എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാ പിന്നെ ഉറക്കുണ്ടാവില്ലേ. പിന്നെ പുലർച്ചെ ഒരു 7 മണി വരെ ആളങ്ങനെ ഇരിക്കും. അതെ, വരണം കാലത്ത്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകള്, കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കണ്ടാൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇനി ഇങ്ങോട്ട് മാറിയിട്ട് വേണം ഇനി ഒന്ന് ചാലായി കിട്ടാൻ. ഇനിയും സമയമെടുക്കും, ഇനി കറക്റ്റ് വൈകും വരാൻ. അപ്പോ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക, എല്ലാ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് കാണണം അല്ലേ. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ബാഗ് പൊട്ടിച്ചിട്ട് സെറ്റ് ആവട്ടെ കേട്ടോ. പാലത്തിന്റെ അടിയിൽ ചായ കുടിക്കാനേ. ഫസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പോ ഇതുപോലെ നമ്മൾ ഈ പാലൊക്കെ കണ്ട് ഞെട്ടിയിട്ടില്ലേ. ജസ്റ്റ് ഗൈസ് മാറുന്നോ വണ്ടി? തളർന്നു തളർന്നു. ചൂട് മുളക് ബജി ഗൈസ്, ചൂട് മുളക് ബജി. ചൂട് മുളക് ബജി ചമ്മന്തി കഴിച്ചാ. എപ്പടി മുളക് ചമ്മന്തിയാ? എന്ത് ചമ്മന്തിയാ? മുളകാ?
കറി കറന്നിരിക്കുന്നുണ്ട്. അല്ലേ നല്ല ക്രിസ്പിയില്ല.